പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവിരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2026 പ്രാരംഭ മാസത്തിൽ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്നൊരു ദൈവമുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ, നാളുകൾക്ക് മുൻപേ വലിയ നഷ്ടങ്ങൾ വന്നിട്ട് അതിനെയൊക്കെ എവിടെ നികത്താൻ കഴിയും, എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും, ആരൊന്ന് സഹായിക്കും എന്നൊക്കെ പലവിധ വിഷയത്തിനകത്ത് വേദനപ്പെടുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നൽകി തന്ന ഒരു ആലോചന, എവിടെയാണോ നഷ്ടം സംഭവിച്ചത് അവിടെ അതിനെ മടക്കി തരുന്നൊരു ദൈവമുണ്ട്. വിശ്വാസത്തോടെ ഈ ദൈവവചനം ശ്രവിക്കുക. 3 വേദഭാഗങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വേദഭാഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തത് എന്തിന് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു, അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. 3-ാമതായി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വളരെ സുപരിചിതമേറിയ ദൈവവചന ഭാഗ്യമാണ്. അതിൽ ലാസറിനെ കല്ലറയിൽ അടക്കം ചെയ്ത നാറ്റം വെച്ച് 4 ദിവസമായ ഒരു സംഭവം നമുക്കറിയാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 3 വ്യത്യസ്ത അനുഭവങ്ങളിൽ മരണം സംഭവിച്ച എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഒരവസ്ഥ. ഒന്ന്, യായിറോസിന്റെ വീടിനകത്ത് അവളുടെ കുഞ്ഞു മകൾ മരിച്ചുപോയിരിക്കുന്നു. ഇനി ആ മകളെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും വേണ്ട എന്ന് തൻ്റെ ചെവിയിൽ കിട്ടിയ ഒരു വാർത്ത. ആ കുഞ്ഞിനു വേണ്ടി ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, യാതൊരു വ്യക്തിയുടെയോ യാതൊരു ഹോസ്പിറ്റലിൻ്റെയോ അഭയം തേടണ്ട എന്ന് കേട്ട ഒരു വാർത്ത, വലിയൊരു നഷ്ടം. കർത്താവ് ആ വീടിനകത്തു ചെന്ന് ആ വിഷയത്തെ മടക്കി കൊടുക്കുന്ന ഒരസാധാരണമായ കാഴ്ച ആ വേദഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ വീടിനകത്തു വലിയ നഷ്ടമുണ്ടായി. വീടിനകത്തു നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിൻ്റെ കളിയില്ല, ചിരിയില്ല. ആ കുഞ്ഞിന് ആ വീടിനകത്ത് ആ കുഞ്ഞിനെയും അടക്കം ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുമ്പോൾ നസ്രയനായ യേശു ആ ഭവനത്തിനകത്തു ചെന്ന് യായിറോസിന്റെ മുഖത്തെ ആദരിക്കത്തക്ക നിലയിൽ അവന്റെ വിഷയത്തെ പരിഹരിക്കുന്ന, മടക്കി കൊടുക്കുന്ന ഒരു കാഴ്ച. 2-ാമത് വായിച്ചത്, തൻ്റെ അമ്മയ്ക്ക് ഏകജാതനായ ഒരു മകൻ, അവളോ വിധവയായിരുന്നു. യേശു നയിൻ എന്ന പട്ടണവാതിൽക്കിലേക്ക് വരുമ്പോൾ പട്ടണവാതിൽക്കൽ കാണുന്നൊരു കാഴ്ച, അതേ, ഒരു മകന്റെ ശവമഞ്ചവും കൊണ്ട് അടക്കം ചെയ്യുവാൻ ഒരമ്മ പുരുഷാരവുമായി നടന്നു വരുന്ന ഒരു കാഴ്ച കാണുകയാണ്. റോഡിൽ വെച്ച്, പട്ടണവാതിൽക്കൽ വെച്ച് കാണുന്ന കാഴ്ച. നഷ്ടം പട്ടണവാതിൽക്കൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ആ അമ്മ വിധവയായിരുന്നു. അവന്റെ ഏകജാതനായ മകനാണെന്ന് വാക്യം പറയുന്നു. അപ്പോൾ ഏകയാശ്രയമായിരുന്ന, ഏക പ്രതീക്ഷയായിരുന്ന മകനെ ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ അടക്കം ചെയ്യുവാൻ കൊണ്ടുപോകുന്ന പട്ടണവാതിൽക്കൽ വെച്ച് യേശു കണ്ടുമുട്ടുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രതീക്ഷയുമില്ലാതെ, ഇനി മുൻപോട്ട് ഒരു പ്രതീക്ഷയും വയ്ക്കാതെ, സകലവും അസ്തമിച്ചു പോയി എന്ന് പറഞ്ഞ് നമ്മെ വേദനിപ്പിക്കുന്ന, വ്രണപ്പെടുത്തുന്ന ചില വിഷയങ്ങളെ പട്ടണവാതിൽക്കൽ വെച്ച് കയ്യേൽക്കുവാൻ, കരമേൽക്കുവാൻ, അതിനെ മടക്കിത്തരാൻ കരുത്തുള്ളൊരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ഇന്നു പകൽ എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. എവിടെയാണോ നഷ്ടം സംഭവിച്ചത്, അത് വീടിനകത്താണെങ്കിൽ വീടിനുള്ളിൽ, അത് പട്ടണവാതിൽക്കലാണെങ്കിൽ പട്ടണവാതിൽക്കൽ വെച്ച്, എവിടെ വെച്ച് ആ വിഷയത്തെ കർത്താവിന്റെ കരത്തിൽ കൈമാറുന്നോ, എവിടെ വെച്ച് ആ വിഷയം കർത്താവിന്റെ കരത്തിൽ ലഭിക്കുന്നോ, ആ വിഷയത്തിന് അവിടെ വെച്ച് മറുപടി തരാൻ ദൈവസന്നദ്ധരാണ്. 3-ാമത്തെ വിഷയം നമുക്കറിയാം, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ വിഷയമാണ്.
അത് പട്ടണവാതിൽക്കലുമല്ല, വീടിനകത്തുമല്ല, മരിച്ച് സ്വല്പം നേരം കഴിഞ്ഞതുമല്ല, മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. അത് കല്ലറയിൽ കൊണ്ട് അടക്കം ചെയ്തു വെച്ചു. ഇനിയും ആമേൻ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രതീക്ഷ അറ്റുപോയി. ഇനി 1% പോലും പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ വിഷയങ്ങൾ വല്ലാതെ കൈവിട്ടുപോയൊരു സാഹചര്യം. ദൈവത്തിന് സ്തോത്രം. അവിടെ മാർത്തയും മറിയയും തന്റെ സഹോദരനായ ലാസറിനെ അടക്കം ചെയ്തിട്ട് വീട്ടിലിരിക്കുമ്പോൾ യേശു ആ വീടിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ യേശുവിനോട് മാർത്ത പറയുന്നൊരു വാർത്തയുണ്ട്. അതേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. യേശു അവളോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കളെ നോക്കി, സഹോദരങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ, പ്രവചനാത്മാവിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ചലിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കല്ലറ എവിടെയാണ് ലാസറിനെ വെച്ചേൽക്കുന്നു എന്ന് ചോദിച്ച് അവിടേക്ക് നടന്നു നീങ്ങുമ്പോൾ ആമേൻ അവരുടെ ഇടയിൽ ഒരു സംസാരം കാണാം. യഹൂദന്മാർ പറഞ്ഞു കാണാം, ലാസറിനെ വെച്ച കല്ലറ കാണാൻ പോകുകയാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കല്ലറ കണ്ടു മടങ്ങി വരുന്നവനല്ല നാം ആരാധിക്കുന്ന ദൈവം. നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ എവിടെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കല്ലറയിലേക്ക് അവൻ നടന്നു നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഉറപ്പാ, കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയ വിഷയത്തെ, കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്ത വിഷയത്തെ മടക്കി സഹോദരിമാർക്ക് കൊടുക്കാൻ കരുത്തുള്ളവനാണെന്ന് അവിടെ തെളിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളെ നോക്കി, ബിസിനസ്സിനകത്താകട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്താകട്ടെ, കുടുംബ വിഷയങ്ങൾക്കകത്തായിക്കോട്ടെ, ഏതു വിഷയത്തിനകത്ത് പ്രതീക്ഷകളില്ല എന്ന് പറഞ്ഞ് അത് അവസാനിച്ചു, അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയേക്ക്. ഇനിയും പ്രാർത്ഥിച്ചിട്ടും വലിയ ഫലമൊന്നുമില്ല, ഇനി ആരെ കണ്ടിട്ടും വലിയ ഫലമൊന്നുമില്ല, ഇനി ഏത് ഡോക്ടറിനെ കണ്ടിട്ടും ഫലമില്ല എന്ന് വിധി എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് കൈമാറുന്നു. അത് കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് കൈമാറാൻ കഴിയുമെങ്കിൽ, പൂർണ്ണമായി ദൈവസന്നിധിയിലേക്കൊന്ന് ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ, അതിനെ മടക്കിത്തരാൻ ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവത്തിന് കഴിവുണ്ട്. ദൈവം സന്നദ്ധനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. 3 നഷ്ടങ്ങൾ. 1, വീടിനകത്ത് കുഞ്ഞുമകൾ, യായിറോസിന്റെ കുഞ്ഞുമകൾ നഷ്ടപ്പെട്ടു. 2, പട്ടണവാതിൽക്കൽ ഒരമ്മയ്ക്ക്, ഒരു വിധവയ്ക്ക് ഏകജാതനായ മകൻ. ദൈവത്തിന് സ്തോത്രം. 3, 2 സഹോദരിമാർക്ക് 1 സഹോദരൻ. സ്തോത്രം. വീടിനത്താണിയാകേണ്ടവൻ. അവിടെയും ആ ലാസറിനെ മരണം കവർന്നു കൊണ്ടുപോയ കാഴ്ച. വളരെ പ്രതികൂല കാലഘട്ടത്തിൽ 3 വിഷയങ്ങൾ, 3 വ്യത്യസ്ത വിഷയങ്ങളെ കർത്താവ് കൈകാര്യം ചെയ്ത് അവർക്ക് മടക്കി കൊടുക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവിക ഭാഗങ്ങളാണ് നാം ഇന്ന് ഈ സമയത്ത് കേട്ടത്. പ്രിയപ്പെട്ടവരെ, നാം നഷ്ടബോധത്തിലെല്ലാം തകർന്നു, പരാജയപ്പെട്ടു, ഇനിയും ഒരിക്കലും കരകയറാൻ കഴിയത്തില്ല, ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ല, ഇനി ഒരിക്കലും ഞാൻ തല ഉയർത്തത്തില്ല എന്ന് പറഞ്ഞ് വേദനപ്പെട്ട് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? പരിശുദ്ധാത്മ വചനങ്ങളുടെ താങ്കളെ എഴുന്നേൽപ്പിക്കാൻ, താങ്കൾക്ക് ബലം തന്ന് അസാധാരണമായ കരുത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ, ഏതു നഷ്ടത്തെയും ലാഭമാക്കി മാറ്റാൻ, നികത്തുവാൻ പരിശുദ്ധാത്മാവ് താങ്കളോടെന്ന് ആലോചന പറയുക. വളരെ ദൈവിക ആശ്രയത്തോടും ദൈവവചനത്തോട് വില കൽപ്പിച്ചു, വളരെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.